ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ സബ്ജക്റ്റ് ഫിസിക്സ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കുളംസ് ലോ. ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു സ്റ്റേഷനറി ഇലക്ട്രിക് ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദി ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. എന്താണ് കുളംസ് ലോ? വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 പോയിന്റ് ചാർജസ് ഉണ്ട്, Q1ഉം Q2ഉം. ഇവർ തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ അല്ലെങ്കിൽ റിപ്പൽഷനോ ഉണ്ടാവാം. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ, ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദി ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അതാണ് കുളംസ് ലോ. അപ്പം എന്താ? Q1 Q2 എന്ന് പറഞ്ഞ 2 പോയിന്റ് ചാർജസ് ഉണ്ട്. ഇവർ തമ്മിൽ സെപ്പറേറ്റ് ഡിസ്റ്റൻസ് 6 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് പോസിറ്റീവും ഇവിടെ പോസിറ്റീവും ആണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർ തമ്മിൽ റിപ്പൽഷൻ ഉണ്ടാവും. നെഗറ്റീവ് ആണെങ്കിൽ റിപ്പൽഷൻ ഉണ്ടാവും. പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിലോ അട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ അല്ലെങ്കിൽ റിപ്പൽഷൻ അതെന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പോൾ എഴുതാം, ലെറ്റ് Q1 ആൻഡ് Q2 ബി ദ 2 പോയിന്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് R. Then force between the charges F is directly proportional to എന്തിനോടാ? പ്രോഡക്റ്റ് ഓഫ് ദ ചാർജസ്. എ എന്ന് പറഞ്ഞ പോയിന്റ്, ബി എന്ന് പറഞ്ഞൊരു പോയിന്റ്, ഇവിടെ Q1 Q2 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദി ചാർജസ് Q1 ഇൻറ്റു Q2. ഇക്വേഷൻ നമ്പർ 1. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഡിസ്റ്റൻസ് ഇവിടെ 6 ആണെന്ന് നമ്മൾ പറഞ്ഞു. സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R². ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോഴോ F is inversely proportional to R². ഇൻവേഴ്സ്ലി പറയുമ്പോൾ 1/, ഇടണം. ഇക്വേഷൻ നമ്പർ 2. ഫ്രം ഇക്വേഷൻ നമ്പർ 1 and 2 ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? F is directly proportional to Q1 Q2 by R². F is directly proportional to Q1 Q2 by R². പ്രൊപ്പോർഷണാലിറ്റി മാറാനായിട്ട് കോൺസ്റ്റന്റ് K. F ഈക്വൽ ടു K Q1 Q2 by R². ഈ കെനെ നമ്മൾ പറയുന്നതാണ് എന്ത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റന്റ് ഓർ കൂളോം കോൺസ്റ്റന്റ്. കുളോംസിലോ അല്ലേ, അപ്പോൾ കൂളോം കോൺസ്റ്റന്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റന്റ് എന്ന് പറയും. ഇനി ഇൻ SI when the two charges are located in vacuum or air, K equal to 1/4πε0. അപ്പോൾ ഈ K എന്ന് പറയുന്നത് ഇപ്പോൾ ഈ 2 ചാർജസും വാക്വത്തിലാണ് അല്ലെങ്കിൽ എയറിലാണ് എങ്കിൽ K മാറി എന്തായി മാറും? 1/4πε0. 1/4πε0. ഇനി therefore force between two charges located in vacuum is given by F equal to 1/4πε0 Q1 Q2 by R². ε0നെ നമ്മൾ പറയുന്നതാണ് absolute permittivity of free space. ε0നെ എന്താ പറയുക? absolute permittivity of free space. ε0ന്റെ വാല്യൂ ആണ് 8.854 into 10 raised to minus 12 കൂളോം സ്ക്വയർ, ന്യൂട്ടൺ റേസ് ടു -1, മീറ്റർ റേസ് ടു -. K എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞത്? 1/4πε0. 1/4πε0ന്റെ വാല്യൂ ആണ് 9 into 10 raised to 9 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കൂളംസ് റേസ് ടു -2. ഇത് യൂണിറ്റ് അടക്കം ബൈ ഹാർട്ട് ചെയ്യണം. അപ്പോൾ ദ SI യൂണിറ്റ് ഓഫ് ചാർജ് ഈസ് കൂളോം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? ഒറ്റ വാക്കിൽ നമ്മളോട് കൂളംസ് ലോ ചോദിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത്? ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു സ്റ്റേഷനറി ഇലക്ട്രിക് ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദിയർ ചാർജസ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. എന്നിട്ട് നമ്മൾ ഇക്വേഷൻ പറയാം. F ഈക്വൽ ടു 1/4πε0 Q1 Q2 by R². കാരണം എന്താ? ഇതാണ് നമ്മൾ പറയേണ്ട ഇക്വേഷൻ. ഒന്നുകൂടി ഞാൻ പറയാം. കുളംസ് ലോ ചോദിക്കുമ്പോൾ അപ്പം എന്താ നമ്മൾ പറയേണ്ടത്? കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെക്കുക. ε0ന്റെ വാല്യൂ അറിയണം, 1/4πε0ന്റെ വാല്യൂ അറിയണം, പിന്നെ യൂണിറ്റ് അടക്കം വെച്ച് അറിയണം. അപ്പോൾ ε0 എന്ന് പറഞ്ഞാൽ എന്താ? അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. കൂളംസ് ലോ, ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു സ്റ്റേഷനറി ഇലക്ട്രിക് ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദിയർ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. F equal to 1/4πε0 Q1 Q2 by R². ഡെഫിനേഷൻ എഴുതിയിട്ട് നമ്മൾ ഈ ഫോമുലയാണ് എഴുതേണ്ടത്. മനസ്സിലായോ? ഇതല്ല, ഈ ഫോമുലയാണ് എഴുതേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇതിൽ പഠിക്കേണ്ടത് ഈ ലോ പഠിക്കണം, ഈ ഇക്വേഷൻ പഠിക്കണം, ഇതെങ്ങനെ എത്തിയെന്ന് പഠിക്കണം,
പിന്നെ എന്താണ് എപ്സിലോൺ സീറോ? അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. നെക്സ്റ്റ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓർ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. The force between two charges Q1 and Q2 at a distance r in air or vacuum is F0 equal to നമ്മൾ പഠിച്ചു രണ്ട് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് എന്താണെന്നാണ് പഠിച്ചത്? 1/4πε0 Q1 Q2 by r square, where ε0 is absolute permittivity of air or vacuum. The force between charges in any dielectric medium is, ഇത് എയർ, അപ്പോൾ രണ്ട് ചാർജസ് ഉണ്ട്, അത് എയറിലാണെങ്കിൽ നമ്മൾ F0 എന്ന് പറഞ്ഞിട്ട് എഴുതി 1/4πε0 Q1 Q2 by r square. The force between charges in any dielectric medium is F equal to 1/4πε Q1 Q2 by r square, where epsilon is called absolute permittivity of the medium. ഇനി അപ്പോൾ ഒരു മീഡിയം ആണെങ്കിൽ ഇവിടെ എപ്സിലോൺ ആയി മാറും, വാക്വം ആണെങ്കിൽ ഇവിടെ എപ്സിലോൺ സീറോ. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് Q1 ആൻഡ് Q2 അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഇൻ എയർ അല്ലെങ്കിൽ വാക്വത്തിലാണെങ്കിൽ F0 ഈക്വൽ ടു 1/4πε0. എപ്സിലോൺ സീറോ എന്ന് പറഞ്ഞാൽ എന്താ? അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് എയർ ഓർ വാക്വം. അപ്പോൾ 1/4πε0 Q1 Q2 by r square. ഇനി the force between two charges in any dielectric medium ആണെങ്കിൽ 1/4πε Q1 Q2 by r square, where epsilon is called absolute permittivity of the medium. മനസ്സിലായോ? എന്താ ഒരു മാറ്റം? രണ്ട് ഫോഴ്സുകൾ തമ്മിൽ, രണ്ട് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1/4πε0 Q1 Q2 by r square. അതെപ്പോഴാണ്? ഈ ചാർജസ് എയറിൽ അല്ലെങ്കിൽ വാക്വത്തിൽ ഉണ്ടാവുമ്പോൾ. ഇനി ഈ ചാർജസ് ഒരു മീഡിയത്തിലാണെങ്കിലോ അവിടെ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് 1/4πε Q1 Q2 by r square. ഇക്വേഷൻ നമ്പർ ഡിവൈഡ് ഇക്വേഷൻ നമ്പർ 1 ബൈ ഇക്വേഷൻ നമ്പർ 2. രണ്ട് ഇക്വേഷൻസ് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? F0 by F ഈക്വൽ ടു 1/4πε0 Q1 Q2 by r square by 1/4πε Q1 Q2 by r square. കോമൺ ടേം ക്യാൻസലായി. F0 by F എന്ന് പറയുന്നത് എപ്സിലോൺ ബൈ എപ്സിലോൺ സീറോ. ഇതെന്താ? എപ്സിലോൺ ബൈ ഈ എപ്സിലോൺ മുകളിലാവും, എപ്സിലോൺ സീറോ താഴെയാവും. ഡിവൈഡ് അല്ലേ ചെയ്യണേ? അപ്പോൾ എന്തായി? ഡിവൈഡ് ഇക്വേഷൻ നമ്പർ 1 ബൈ ഇക്വേഷൻ നമ്പർ 2. F0 by F ഈക്വൽ ടു 1/4π. ഈ ഇക്വേഷനോട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? F0 by F ഈക്വൽ ടു എപ്സിലോൺ ബൈ എപ്സിലോൺ സീറോ. The ratio epsilon by epsilon 0 denoted by epsilon r is called relative permittivity. ഇതിനെയാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം വിത്ത് റെസ്പെക്ട് ടു വാക്വം വിത്ത് എയർ അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വാക്വം. അപ്പോൾ എന്താണ് നമ്മളിവിടെ പഠിച്ചത്? എന്താണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി? ഇപ്പോൾ രണ്ട് ചാർജസ് ഉണ്ട്, അത് ഒന്ന് വാക്വത്തിലാവുമ്പോഴുള്ള ഫോർമുല ഏതാ, പിന്നെ നമ്മൾ ഡൈഇലക്ട്രിക് മീഡിയത്തിലാവുമ്പോഴുള്ള ഫോർമുല ഏതാ, എന്നിട്ട് ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് F0 by F എന്ന് പറയുന്നത് എപ്സിലോൺ ബൈ എപ്സിലോൺ സീറോ എന്ന് കിട്ടും. ഈ റേഷ്യോനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഈ റേഷ്യോനെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് ദി മീഡിയം വിത്ത് റെസ്പെക്ട് ടു വാക്വം. അപ്പം എന്താണ് എപ്സിലോൺ? എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. എപ്സിലോൺ സീറോ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് എയർ. എപ്സിലോൺ ആർ എന്ന് പറഞ്ഞാൽ എന്താ? റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം വിത്ത് റെസ്പെക്ട് ടു വാക്വം. ക്വസ്റ്റ്യൻ എന്താണ്? ഡിഫൈൻ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് എ മീഡിയം. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് എ മീഡിയം ഇസ് ദ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ടു ദ പെർമിറ്റിവിറ്റി ഓഫ് വാക്വം. ഇതാണ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം, ഇതാണ് പെർമിറ്റിവിറ്റി ഓഫ് വാക്വം. അപ്പോൾ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം ടു ദ പെർമിറ്റിവിറ്റി ഓഫ് വാക്വം. അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എപ്സിലോൺ ആർ ഈക്വൽ ടു എപ്സിലോൺ ബൈ എപ്സിലോൺ സീറോ, പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ടു ദ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഫ്രീ സ്പേസ് ആകുമ്പോഴാണ് നമ്മളിവിടെ സീറോ ഇട്ട് കൊടുക്കുന്നത്, നോട്ട് ചെയ്യുന്നത് എപ്സിലോൺ സീറോ. ഇവിടെയാണെങ്കിൽ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം, എപ്സിലോൺ ആർ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ടു ദ പെർമിറ്റിവിറ്റി ഓഫ് വാക്വം. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? എന്താണ് കൂളോംസ് ലോ?
കുളംസ് ലോയില് എന്തൊക്കെ പറഞ്ഞു, അതിന്റെ കുളംസ് ലോ എന്താണ്, അതായത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദിയർ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അതാണ് അതിന്റെ ഫോർമുല അറിയണം. F equal to 1/4πε0 Q1 Q2 by R square. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഇലക്ട്രോണിക് ചാർജസ് ഇൻ 1 കൂളോം. നമ്പർ ഓഫ് ചാർജസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് Q ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് NE. N ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ N ഈക്വൽ ടു Q ബൈ E. Q എത്രയാണ്, ചാർജ് എത്രയാണ്, 1 കൂളോം എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 ബൈ E എത്രയാണ്, 1.6 × 10⁻⁻19. ആൻസർ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 6.25 × 10⁻18 അത്രയും ഇലക്ട്രോൺസ് ആയിരിക്കും, അത്രയും നമ്പർ ഓഫ് ഇലക്ട്രോണിക് ചാർജസ് ആയിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോണിക് ചാർജസ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഫോർമുല ഉപയോഗിക്കേണ്ടത്, Q ഈക്വൽ ടു NE, N ഈക്വൽ ടു Q ബൈ E. Q ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ചാർജ് എത്രയാ, 1 കൂളോം. 1 ബൈ E എന്ന് പറഞ്ഞാൽ എന്താ, 1.6 × 10⁻19. Next question, what is the force between two small charged spheres having charges of 2 × 10⁻7 coulomb and 3 × 10⁻7 coulomb placed 30 cm apart in air? രണ്ട് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഫോഴ്സ് നമ്മൾ പഠിച്ചു, F ഈക്വൽ ടു 1/4πε0 Q1 Q2 by R square, 30 cm apart in air എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ഫോർമുല, F ഈക്വൽ ടു 1/4πε0 Q1 Q2 by R square. 1/4πε0 Q1 എത്രയാ, 2 × 10⁻7, Q2 എത്രയാണ്, 3 × 10⁻7 ഹോൾ ഡിവൈഡഡ് ബൈ R. എത്രയാണ് വരുന്നത്, നമ്മുടെ ഡിസ്റ്റൻസ് എത്രയാ, 30. അപ്പോൾ സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ അതിന് മീറ്ററിലേക്ക് ആക്കുക. അപ്പോൾ മീറ്ററിലേക്ക് ആക്കിയാൽ മാത്രം പോരാ, പിന്നെ എന്താ ചെയ്യേണ്ടത്, R സ്ക്വയർ എന്നുണ്ട്. അപ്പോൾ R സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതിനെ മീറ്ററിലേക്ക് ആക്കുമ്പോൾ ബൈ 100, അപ്പോൾ 0.3 കിട്ടി. 0.3 × 0.3 0.09 അത് ചെയ്യുക. അപ്പോൾ ആൻസർ 6 × 10⁻³ ന്യൂട്ടൺ. യൂണിറ്റ് എഴുതണം ന്യൂട്ടൺ. 6 × -3 ന്യൂട്ടൺ. മനസ്സിലായില്ലേ? നമ്പർ ഓഫ് ഇലക്ട്രോണിക് ചാർജസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ Q ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് NE ആ ഫോർമുല ഉപയോഗിക്കാം. ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് കണ്ടുപിടിക്കാൻ F ഈക്വൽ ടു 1/4πε0. എയറിലാണെങ്കിൽ F ഈക്വൽ ടു 1/4πε0 Q1 Q2 by R square. Next, superposition principle. If a system contains a number of interacting charges, then the force on a given charge is equal to vector sum of the forces exerted on it by all the remaining charges. ഇപ്പോൾ ഒരു സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കുക, അതിൽ നമ്പർ ഓഫ് ചാർജസ് ഉണ്ട്. ഒരു ഗിവൺ ചാർജിന്റെ ഫോഴ്സിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കുകയാണെങ്കിൽ, ഒരു ഗിവൺ ചാർജുമുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എല്ലാ ഫോഴ്സുകളും എല്ലാ ചാർജസും എക്സേർട്ട് ചെയ്യണ ഫോഴ്സുകളെല്ലാം കൂടി സം ചെയ്താൽ മതി. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടില്ലേ? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ, ടോട്ടൽ ഫോഴ്സ് കിട്ടണമെങ്കിൽ ബാക്കി എല്ലാ, ഒരു ചാർജുമുള്ള ഫോഴ്സ് കിട്ടണമെങ്കിൽ ബാക്കി എല്ലാ ചാർജസിൻ്റെയും ഫോഴ്സുകൾ തമ്മിൽ ആഡ് ചെയ്താൽ മതി. നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് വരുന്നുണ്ട്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ, ഇഫ് എ സിസ്റ്റം കണ്ടെയ്ൻസ് എ നമ്പർ ഓഫ് ഇന്ററാക്ടിങ് ചാർജസ്, then the force on a given charge is equal to vector sum of the forces exerted on it by all the remaining charges. ഒരു സിസ്റ്റം ഉണ്ട്, അതിൽ കുറേ ചാർജസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു ഗിവൺ ചാർജുമുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് vector sum of all the forces exerted on it by all the remaining charges. Electric field. It is a space around an electric charge where an electrostatic force is experienced by another charge. Electric field, magnetic field എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഒരു മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ ആ മാഗ്നറ്റിന്റെ എഫക്റ്റ് എവിടെ വരെ ഉണ്ടാവും, അതാണ് മാഗ്നറ്റിക് ഫീൽഡ്. അതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ ആ ചാർജിന്റെ എഫക്റ്റ് എത്രയും വരെ കിട്ടും, അതാണ് അതിന്റെ ഫീൽഡ്. ഇറ്റ് ഈസ് എ സ്പേസ് അറൗണ്ട് എ ചാർജ് വേർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞു, അതായത് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ഈസ് എക്സ്പീരിയൻസ്ഡ് ബൈ അനദർ ചാർജ്. ഒരു ചാർജിന് ചുറ്റുമുള്ള സ്പേസ്, ആ സ്പേസിൽ എവിടെ വെച്ചാലും വേറൊരു ചാർജ് അതിൻ്റെ, അതായത് ആ ഫീൽഡിൽ എവിടെ ഒരു ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൽ വേറൊരു ചാർജ് വെച്ചാൽ മാത്രമാണ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ ഉണ്ടാവുള്ളൂ. ആ ഫീൽഡ് കഴിഞ്ഞ് പുറത്താണ് വെക്കണമെങ്കിൽ അട്രാക്ഷനോ റിപ്പൽഷനോ ഉണ്ടാവില്ല. അപ്പം എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു ചാർജിന് ചുറ്റുമുള്ള സ്പേസ് ആണ്. അത് ഇലക്ട്രിക് ചാർജിന്റെ ഉള്ളിലെ സ്പേസ്, അവിടെയാണ് അട്രാക്ഷനോ റിപ്പൽഷനോ ഉണ്ടാവുള്ളൂ. ഇലക്ട്രിക് ഫീൽഡ് കഴിഞ്ഞ് പുറത്തൊരു വേറൊരു ചാർജ് കൊണ്ടുവയ്ക്കണമെന്ന് വെച്ചാൽ ആ ചാർജിന് അട്രാക്ഷനും റിപ്പൽഷനും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് എന്താ? ഇറ്റ് ഈസ് എ സ്പേസ് അറൗണ്ട് ആൻ ഇലക്ട്രിക് ചാർജ് വേർ ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ് ബൈ അനദർ ചാർജ്. മനസ്സിലായോ?
ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് എവിടെ വരെ കാണും? ആ ചാർജിന് ചുറ്റുമുള്ള സ്പേസ്, അതാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്പേസ് അറൌണ്ട് ആൻ ഇലക്ട്രിക് ചാർജ് വേർ ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ് ബൈ അനദർ ചാർജ്. ഇലക്ട്രിക് ഒരു ചാർജ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഫീൽഡിലാണ് വേറൊരു ചാർജ് കൊണ്ടുവച്ചാൽ മാത്രമാണ് ആ ചാർജിന് നമ്മുടെ ചാർജ് ആയിട്ടുള്ള അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഫീൽഡിന് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അട്രാക്ഷൻ റിപ്പൽഷൻ ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്പേസ് അറൌണ്ട് ദ ചാർജ് വേർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ് ബൈ അനദർ ചാർജ്. ഒരു ചാർജ് വെക്കുമ്പോൾ വേറൊരു ചാർജിന് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ ഈ ഒരു ചാർജ് കാരണം ഉണ്ടാവണമെങ്കിൽ ആ ചാർജ് അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൽ തന്നെ വെക്കണം. നമ്മുടെ ചാർജിന് ഇലക്ട്രിക് ഫീൽഡിൽ തന്നെ വെക്കണം. സ്പേസ് അറൌണ്ട് ദ ചാർജ്, ഇറ്റ് ഈസ് എ സ്പേസ് അറൌണ്ട് ദ ചാർജ് വേർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ് ബൈ അനദർ ചാർജ്. ഒരു മാഗ്നറ്റ് വെച്ചാൽ ആ മാഗ്നറ്റിന് എഫക്റ്റ് ഉണ്ടാവുന്ന ഒരു സ്ഥലമുണ്ട്. അത് ആ ഒരു സ്ഥലം കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാഗ്നറ്റിക്ക് എൻ്റെ പ്രോപ്പർട്ടി കിട്ടില്ല. മാഗ്നറ്റിക് എഫക്റ്റ് ആ മാഗ്നറ്റിന് ചുറ്റുമുള്ള സ്ഥലം, അതാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഒരു ചാർജ് വെച്ച് അതിന് ചുറ്റുമുള്ള ആ എഫക്റ്റ് കിട്ടുന്ന സ്ഥലം, അതാണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. നന്നായി പഠിക്കുക, ഓരോ ടോപ്പിക്കും നന്നായി മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.